നമ്മുടെ പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം അല്ലേ മച്ചാ. അപ്പം നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടും പോയി കാണുക, സെക്കൻഡ് പാർട്ടും പോയി കാണുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് തേർഡ് പാർട്ട് കാണാനുള്ളൂ ഗൈസ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം നമ്മളിപ്പോൾ ആഗ്രഹം വന്നിരിക്കുകയാണ്. നമ്മളിന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ് ഡൽഹിക്ക് നമ്മൾ കേരളത്തിലോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. നമ്മളങ്ങനെ ആഗ്ര സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് മച്ചന്മാർ. ഇവിടെ ചെച്ചുണ്ട്. എന്തേലൊക്കെ പറയുക. നമ്മളെ ഗിരിധർ ബ്രോനെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ചൈൽഡ് യൂട്യൂബറാണ്. നല്ല ഫ്യൂച്ചറുള്ള ചെക്കനാണ്. സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ട്രെയിൻ ഇവിടെ ഇത് അടിച്ചു പോയി ഗൈസ്. ഈ സാധനം അടിച്ചു പോയിരിക്കുക. അതുകൊണ്ട് തന്നെ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട്, ഇവരിവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഏതാണ്ട് 10:20 വരും. ഇപ്പം മധുര എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടി. അപ്പം ഗൈസ് നമുക്ക് വണ്ടി എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ. കേരള എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ചേരുകയാണ്. വണ്ടി ഇതാ WAP7 പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടുത്തെയാണ് ഗൈസ്? ഹാവട അങ്ങനെ കണ്ട കേരള എക്സ്പ്രസ്. അപ്പം ഗൈസ് നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് കാണാം. നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. നമുക്കിനി നാളെ കാണാം ഗൈസ്. രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഹലോ. അപ്പം ഗൈസ് നമ്മൾ നാഗ്പൂര് ഇനി ഒന്നര മണിക്കൂറുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ഞാനിപ്പോഴാണ് ഗൈസ് എഴുന്നേറ്റത്. കുറച്ച് നേരം കൂടെ ഉണ്ട് ഗൈസ് ഇനി അവിടെ എത്താൻ. നമ്മൾ ഇറ്റാസിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അത് ഒരു കൂടെ കൊണ്ടുതന്നു. ആരും എഴുന്നേറ്റില്ലായിരുന്നു. അവർ നമ്മളെ തട്ടി ഉണർത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് നാഗ്പൂർ എത്തിയിട്ടാണ് അല്ലേ. ബ്ലൂംബടി ഇവിടെ ബ്ലൂംബടി. ഞാൻ കാണുന്നുണ്ടോ ഗൈസ്? പന്നി. നമ്മളങ്ങനെ നാഗ്പൂരോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മള് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ട്. കബ അവിടെ എത്തിയിട്ടാണ്. പാലം കാണുന്നുണ്ടോ? പറ്റുന്നുണ്ടോ കാണാൻ? നമ്മൾ നാഗ്പൂർ ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ്ടാ ചേട്ടാ ആ പാലം. നോക്ക് നമ്മ പാലം കണ്ടോ? നാഗ്പൂർ എത്തിയിട്ടുണ്ട്. ഫുഡ് വരുമോന്ന് സംശയമാണ് ഗൈസ്. ഒക്കെ നോക്കാം ഗൈസ്. പാലം കണ്ടായിരുന്നോ? ഇവിടെ ഫുഡ് വന്ന് കാണുമല്ലേ. അപ്പം ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വണ്ടിക്കകത്തോട്ട് കയറാൻ ഇപ്പോൾ സിഗ്നലാവുന്നു ഗൈസ്. നമ്മളിപ്പോൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ വണ്ടി എടുക്കുമായിരിക്കും. നമ്മൾ പഴം മേടിക്കാൻ പോവുകയാണ് ഗൈസ്. ാണ് നമ്മുടെ ഫുഡ് വന്നിട്ടില്ല. അപ്പോൾ വരുമായിരിക്കും ഗൈസ്. വന്നിട്ടില്ല. വണ്ടി എടുത്ത് നമ്മൾ ചന്ദ്രപൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗായ്സ്, ഒരു പട്ടിയൊക്കെ ഉണ്ട്. ചന്ദ്രപൂർ കോഫിയാ
ഒത്തിരി ഇഷ്ടപ്പെടും. ഹായ്, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. തെച്ചൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. നമുക്ക് ആ കടയിലോട്ട് പോവാം. വയ്യ വാ, കമോൺ വയ്യ എല്ലാം മേടിക്കാം അല്ലേ? നല്ല ഉറക്കം ഇറങ്ങിയെന്നൊക്കെ അറിഞ്ഞ്, നല്ല ഉറക്കമൊക്കെ ഇറങ്ങിയെന്ന് അറിഞ്ഞ് ഈ കടയിൽ നിന്നെല്ലാം മേടിക്കാം. നമ്മളങ്ങനെ വിജയവാഡ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിങ്ങനെ ജോളാർപേട്ട് ജംഗ്ഷനിൽ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടെ ഗൈസ്? ഗൈസ്, ഞാനാണെങ്കിൽ ചിറ്റൂരെത്തിയപ്പോൾ എഴുന്നേറ്റായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഏതായിരുന്നു കാട്ട്പാടിയുടെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജോളാർപേട്ടെത്തിയപ്പം വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ ആവുമെന്ന് പറഞ്ഞൂടെ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ 3.46 ആയിട്ടുണ്ട്. അപ്പം ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് നേരെ ജോളാർപേട്ടിൽ നിന്ന് വണ്ടി എടുക്കാം. നമുക്ക് അടുത്ത സ്റ്റേഷനിൽ നിന്നായിരിക്കും മിക്കവാറും ഫുഡ്. അപ്പം ഗൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ ജോളാർപേട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് വരെ ഉച്ചയ്ക്ക് ഇറങ്ങും പാലക്കാട്. നമ്മൾ രാത്രിയിലാണ് ഇറങ്ങുന്നത്. ഗായ്സ്, നമുക്ക് അടുത്ത സ്റ്റേഷൻ സേലം എത്തിയിട്ട് കാണാം. സേലമാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ സേലം എത്തിയിട്ടുണ്ട്. നമ്മൾ പല്ലി വെക്കാൻ പോവുകയാണ്. സേലം ജംഗ്ഷൻ. തമിഴ്നാട് നിന്ന് ഇറങ്ങണമെന്നുണ്ട് ഗൈസ്. ആ സേലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി വലിയ സ്റ്റേഷനാട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് 1, 2, 3, 4, 5, 6ാമത്തെ പ്ലാറ്റ്ഫോമിലാന്ന് തോന്നുന്നു. ആണോ? 6 ഗൈസ്. ആളൊന്നുമില്ല ഗൈസ്. രാവിലെ നമ്മൾ ബ്രഷ് എടുത്തുകൊണ്ട് പല്ലി വെക്കാൻ ഇറങ്ങി. നമ്മളിവിടുന്ന് വേണ്ട ഫുഡ് മേടിക്കുകയാണ്. 9:29 ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വണ്ടി എടുക്കുമായിരിക്കും. അപ്പം ഗൈസ് നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് കയറാം. പൈസ മേടിച്ചിട്ടുണ്ട് ഗൈസ്. വണ്ടി 9:38 ആയിട്ടുണ്ട്. ഇതോടെ പച്ചയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ വണ്ടി എടുത്തിട്ടില്ല. ഗൈസ്
യോ ഗായ്സ് വലിയ സ്റ്റേഷൻ കേട്ടോ. 1 2 3 4 5 6 ഉണ്ട്. അവിടെ വായിച്ചു നോക്ക് പയ്യ. അവിടെ ബോർഡുണ്ടായിരുന്നല്ലേ, തെലുങ്ക് അല്ല എഴുതിയേക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തി? അങ്ങിരിച്ചിരിക്കുന്നു. ഓ എഴുതി വെച്ചേക്കുന്നു കന്നഡയിൽ. അയ്യോ ഓ വേണ്ട വേണ്ട. നമ്മളിപ്പോ എവിടെ എത്തി പയ്യ? ഈറോഡ് ജംഗ്ഷൻ. അണ്ണ വായിച്ചില്ല ഇതുവരായിട്ടും. ഏട്ടാ പേര് വായിച്ചില്ലയോ? വായിച്ചൂടെ? തമിഴ് പഠിക്കണം കേട്ടോ. എന്താണ് മേടിക്കുന്നത്? ഇതാണോ? ചേട്ടൻ എന്താ പറ്റി വേണ്ടാത്ത? ഒരു ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്. ഒരു 11 മണിക്ക് എടുക്കത്തുള്ളൂ. നേരത്തെ വണ്ടി വന്നു. ഗായ്സ് ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. ഗായ്സ് ജയ്പൂർ കോയമ്പത്തൂർ വണ്ടിയാണ്. ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ അടുത്ത സ്റ്റോപ്പ് തൃപ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അവിടെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ കുതിച്ചിറങ്ങുന്നു. നോക്ക് അതുകൊണ്ട് അങ്ങ് കാണാൻ പറ്റും. കണ്ടാ? ഇത് ഗൈസ് ഭാരതപ്പുഴയാണ്. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഭാരതപ്പുഴ ഹാൾട്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഭാരതപ്പുഴ കാണാം. വെള്ളമില്ല. നമ്മൾ എറണാകുളം ടൗണിൽ എത്തിയിട്ടുണ്ട്. മഴയുണ്ട് ഗൈസ് വെളിയിൽ. അമ്മ അഡ്വക്കേറ്റ് വിജയകുമാർ മാമൻ്റെ അവിടെ എത്തി. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ആരാണെങ്കിൽ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം ഞാനൊരു എറണാകുളം കഴിഞ്ഞ ചുമ്മാ കയറി കിടന്നയാ ഗൈസ്. പിന്നെ ഞാനിപ്പോഴാണ് എഴുന്നേക്കുന്നത് തന്നെ. അതുകൊണ്ട് ഈ വീഡിയോയുടെ ലെന്ത് ഇച്ചിരി കുറവായിരിക്കും. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഗൈസ്. വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ കൊല്ലം എത്തുന്നതായിരിക്കും. അപ്പം ഗൈസ് നമുക്ക് കൊല്ലം എത്തിയിട്ടാണ്. ട്രെയിനിലൊന്നും ആരുമില്ല, എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏതാണ്ട് എത്തും ഗൈസ്. വരുന്നു എത്തി ഗൈസ്. ഇവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ പൂവൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് കൊല്ലം എത്തിയിട്ടാണ്. ഒരു പച്ച സിഗ്നൽ ആയിട്ടുണ്ട്. ഒരു വണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. ഗൈസ്.
ഇച്ചിരി വെളിച്ചം കാണാം ഗൈസ് നമുക്ക്. ഗൈസ് നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കപ്പം ഇറങ്ങാൻ ഗൈസ്. നമ്മൾ ഇവിടെ അല്ല ഇറങ്ങുന്നത്, അപ്പുറത്താണ് ഇറങ്ങുന്നത്. അയ്യോ നമ്മൾ കൊല്ലത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് ഉരുട്ടിക്കൊണ്ട് വീട്ടിൽ പോവാം. ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടുന്ന് വണ്ടി എടുക്കുക. അപ്പം ഗൈസ് ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഈ ഡൽഹി ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ട് ഗൈസ്. അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഈ ഡൽഹി ട്രിപ്പ് ഞങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റുമായിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ മസ്റ്റ് വാച്ച് ഒന്നും പറയുന്നില്ല, കാണണം ഗൈസ് നിങ്ങൾ. അപ്പം ഗൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. മറ്റന്നാളെ അല്ല ഇന്നേ ഗൈസ്, ഇന്ന് വെള്ളി. മറ്റന്നാളിനാണ് സ്കൂൾ തുറക്കും ഗൈസ്. ഇനി ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമുക്ക് എഴുതിയെടുക്കാൻ ഗൈസ്. നമ്മൾ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു, നമ്മൾ ഡൽഹിക്ക് പോയുണ്ട്. അപ്പം ഗൈസ് നിങ്ങൾ കാത്തിരിക്കുക ഗൈസ് മുംബൈക്ക്.